യുപിയിലെ വ്യാപകമായ എൻകൗണ്ടർ നടപടികൾക്കെതിരെ നിരവധി പരാതികൾ നിലനിൽക്കെ അഴിമതിയിലൂടെയും ഭീഷണിപ്പെടുത്തലിലൂടെയും 100 കോടി സമ്പാദിച്ച ഉത്തർപ്രദേശ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഋഷികാന്ത് ശുക്ലയെ സർവീസിൽ നിന്ന് പുറത്താക്കി. പ്രത്യേക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. അധികാര ദുർവിനിയോഗത്തിലൂടെ 100 കോടി സമ്പാദിച്ച ഉത്തർപ്രദേശ് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഋഷികാന്ത് ശുക്ലയാണ് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. വൻ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതോടെ ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് യുപി സർക്കാർ. ഉത്തർപ്രദേശിൽ വ്യാപകമായ എൻകൗണ്ടറിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ് ഋഷികാന്ത് ശുക്ല. ഗുണ്ടാ സംഘങ്ങളെയും വ്യാപാരികളെയും വെടിവെച്ചു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് കാൺപൂരിൽ ശുക്ല റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഋഷികാന്ത് ശുക്ലയുടെ ഭീഷണിക്കിരയായി പണം നൽകേണ്ടി വന്ന ബിസിനസ്സുകാരും ഭൂവുടമകളും ഇതിനോടകം ഉന്നത ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി കഴിഞ്ഞു എന്നാണ് വിവരം. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വെടിവെച്ചു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ശുക്ല പണം കൈപ്പറ്റിയിരുന്നതെന്ന് പലരുടെയും മൊഴിയിൽ പറയുന്നു. देखिए, इसमें जो SIT को जांच दी गई थी उसका कुछ ब्रीफली यह है कि वो अखिलेश दुबे के साथ मिलकर के उन्होंने अपने कई रिश्तेदारों के माध्यम से कई प्रॉपर्टी अर्जित की हैं और प्रत्यक्ष एवं परोक्ष रूप से और अपरोक्ष रूप से भी बहुत मदद करी और जिसकी वजह से अखिलेश दुबे इतने लोगों को प्रताड़ित कर पाए. കാൺപൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിമിനൽ അഭിഭാഷകനായ അഖിലേഷ് ദുബെയുടെ നേതൃത്വത്തിൽ ഋഷികാന്ത് ശുക്ലയടക്കം പോലീസ് ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന ശൃംഖല വൻ ക്രമക്കേടുകൾ നടത്തിയെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ കാൺപൂരിലും സമീപ ജില്ലകളിലും 12 ഇടത്തായി 92 കോടിയുടെ ഭൂമി ശുക്ലയുടേതായി ഉണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇയാളുടെ സ്വത്തുവകകൾ മരവിപ്പിച്ച സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നോ? അവരുടെ ഭാഗം കോടതിയിൽ പറയാൻ അവസരം ലഭിക്കേണ്ടതായിരുന്നില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ യുപിയിലും രാജ്യത്താകെയും പല ഘട്ടങ്ങളിലും വാർത്തയായിരുന്നു. കൊടും കുറ്റവാളികളെ കൊന്നുതള്ളിയതിനെ പിന്തുണച്ചവർ പോലും തൊട്ടതിനും പിടിച്ചതിനും ആളുകളെ വെടിവെച്ചു കൊല്ലുന്ന രീതിക്കെതിരെ ശക്തമായ വിമർശനമുയർത്തിയിരുന്നു. വ്യാപകമായി നടന്ന എൻകൗണ്ടറുകൾക്കെതിരെ രാഷ്ട്രീയമായും വ്യാപക വിമർശനമുയർന്നു. ഇതാ ഇപ്പോൾ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായി അറിയപ്പെട്ടിരുന്ന ഋഷികാന്ത് ശുക്ല എന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കെട്ടിപ്പൊക്കിയ വൻ സാമ്പത്തിക സാമ്രാജ്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെളിവായിരിക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.